ഇതൊരു ഞായറാഴ്ചയായിരുന്നേ. ഞായറാഴ്ച നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ട് എഴുന്നേറ്റ് ഞങ്ങൾ മാഗി നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർ രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നല്ല ഗ്രാൻഡായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഞങ്ങൾ ചിക്കൻ ബിരിയാണിയും അവർ നല്ല നാടൻ സദ്യയാണ് കഴിച്ചത്. സദ്യയല്ല, നല്ല നാടൻ ഊണാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ കാർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങടെ എന്താണെന്നൊന്നും ഇറങ്ങുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം പോകാൻ വിചാരിച്ചിട്ടുള്ളത് ഷാർജയിലുള്ള അൽഖൽബ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഹാങ്ങിങ് ഗാർഡനിലേക്കാണ്. അപ്പം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് സഫാരി പാർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ജോബിച്ചൻ പോയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതുവഴിയാണ് കേട്ടോ പോയത്. വലിയൊരു ഏരിയ മുഴുവൻ അവർ വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്, ഗ്രില്ലൊക്കെ അടിച്ചിട്ട്. അപ്പോൾ ആ സ്ഥലമാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് വീഡിയോ എടുത്തത്. ഈ പള്ളിയും കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഷാർജയിലുള്ള ഒരു വലിയ മോസ്കാണ്, വലിയൊരു പള്ളിയാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട്, അതിൻ്റെ ആകൃതിയും കാര്യങ്ങളൊക്കെ. ഇപ്രാവശ്യം നമ്മൾ ലോങ് ജേർണി തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോർഫഖാനിലേക്ക് പോയപ്പോഴും ഒരുപാട് ദൂരം പോയിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ ഷാർജ തന്നെയാണ് പോകുന്നത്. അങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ മറിയത്തായിട്ട് നമ്മളിപ്പോൾ മൊത്തം മലകളുടെ ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനും വൈഫിനും കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴും അവർ നമ്മളെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സഹായമാണ് അത്. കോർഫഖാനിക്ക് പോയപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് റെൻറ്റിന് കാർ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യത്തെ 2 വരവിനും പോയിട്ടുള്ളത് കൂടുതലും ദുബായ് തന്നെയാണ്. ദുബായിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. മെട്രോയിലായിട്ടും ബസ്സായിട്ടും പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിട്ടൊക്കെ റെൻറ്റിന് എടുത്തിട്ട് പോയിട്ടൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഇവരുള്ളത് കൊണ്ട് തന്നെ, ഇവർക്ക് കാറുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോഴും ലോങ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാർജയ്ക്കൊന്നും അങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. ഒരു വട്ടമാണ് ഷാർജ, അജ്മൻ, ഫുജൈറ, പിന്നെ ഞാൻ ഉണ്ണിയാൻ്റെ ഒരു സ്ഥലമുണ്ട് ഫലാജുൽ മുല്ല, അങ്ങനെ ഒരു ലോങ് ട്രിപ്പ് പോയത് ആ പ്രാവശ്യമാണ്. പക്ഷേ ഇപ്രാവശ്യം വന്നിട്ട് കൂടുതലും നമ്മൾ ലോങ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വട്ടം പോകുമ്പോഴും നല്ല ഭംഗിയാണ് ഈ മലയിടയ്ക്കൂടെയൊക്കെ പോകാനായിട്ട്. അത്രയും മലയും കാര്യങ്ങളൊക്കെ ആയിട്ടും അവിടെയൊക്കെ അത്ര നല്ല റോഡുകളാണ് കേട്ടോ പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നടുനിവർത്താൻ വേണ്ടിയിട്ടെന്ന് പറയാം. പിന്നെ വരണ വഴിക്ക് കണ്ടിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. എന്ത് രസമാണ്. ഓരോ സ്ട്രക്ചറും നല്ല രീതിക്കാണ് വീടിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വഴിക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ടണലുകൾ. കോർഫഖാൻ പോയപ്പോൾ 2-3 ടണലുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ല നീളം കൂടിയതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഒരു ടണലേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നല്ല രസമാണ്. നമ്മൾ ആഗ്രയിൽ നമ്മുടെ താജ്മഹലിൻ്റെ വീഡിയോ ഒക്കെ കുറേ പേരിട്ടത് കണ്ടിട്ടുണ്ട്. നല്ല ഇരുട്ടായിരുന്നിട്ട് പെട്ടെന്ന് താജ്മഹൽ തെളിഞ്ഞ് വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് പെട്ടെന്ന് വെളിച്ചം വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടണൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാങ്ങിങ് ഗാർഡൻ എത്തിയേക്കാണ്. നമ്മൾ കാറിൽ വരുമ്പോൾ തന്നെ ദൂരെ ഈ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം ഉണ്ട്. തട്ടായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം വരുന്നത്. നമ്മൾ കാറിൻ്റെ ഡോറ് തുറന്ന വഴിക്കാണ്. നല്ല ശബ്ദം ഉണ്ട് കേട്ടോ. ഇങ്ങനെ തട്ട് തിരിച്ചിട്ട് അതിലൊക്കെ വെള്ളം തട്ടി വരുന്ന കാരണം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. നമ്മൾ പാർക്കിങ്ങിലേക്ക് അടക്കം കേൾക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു. അവർ പാർക്കിംഗ് ചെയ്ത് ഫീസ് അടിച്ച് വരുമ്പോഴേക്കും നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു. 5 dirhams ആയിരുന്നു. പക്ഷേ സൺഡേ ആയതുകൊണ്ടായിരിക്കും 10 dirhams ആയിരുന്നു ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ട്രെയിൻ സർവീസ് ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, റീൽസിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രെയിനിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും ടിക്കറ്റ് എടുത്തു. 2 dirhams ആയിരുന്നു. പക്ഷേ ഇപ്പോൾ 5 dirhams ആക്കിയിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ അകത്ത് കയറി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് ഫസ്റ്റ് നമ്മൾ ട്രെയിനിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. ആ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു ട്രക്കിംഗ് പോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇവിടെ കാണാനായിട്ട്. പക്ഷേ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് കാണാനായിട്ട് നടക്കുന്നതിനേക്കാളും നല്ലത് ട്രെയിനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ട്രെയിനിലേക്കാണ് ആദ്യം പോകുന്നത്. പോകുന്ന നടപ്പാതയിൽ മുഴുവൻ അവർ നന്നായിട്ട് ഈ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളുടെ പോലെ തോന്നി. ഇനി ഇത് ഇവിടുന്ന് അങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്തതാണോ അതോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്തതാണോ എന്നറിയില്ല. എന്തായാലും കൂടുതലും നമ്മുടെ നാട്ടിൽ കാണുന്ന പൂക്കളൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയത് ഒരു പാർക്കിൻ്റെ സൈഡിലാണ്. അവിടെ പിള്ളേർക്കുള്ള കുറേ ഏരിയാസ് ഉണ്ട്. 2-3 സ്ഥലത്തുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പാർക്കും സ്ലൈഡറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചെറിയ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, ഒരു 2-3 എണ്ണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ട്രെയിനിൻ്റെ സ്റ്റേഷൻ വരുന്നത്. നമ്മളെത്തുമ്പോൾ ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ തിരക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല, തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എത്തിയതിന് ശേഷമാണ് പിന്നെ 1-2 ഫാമിലീസ് വന്നത്. അപ്പോൾ അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ട്രെയിനിൽ കയറിയിട്ട് ഫസ്റ്റ് റൗണ്ട് നമ്മൾ ട്രെയിനിൽ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ചുറ്റുപാട് കാണാൻ വേണ്ടിയിട്ട്.
ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ട്രക്കിങ്ങിന് പോകുന്ന പോലെ പോവാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഓൾറെഡി വന്നിട്ടുള്ള സ്ഥലമാണ്, നമുക്കത് കാണിച്ചു തരാൻ കൂടിയാണ് അവർ വന്നത്. അപ്പോൾ അവർ പിള്ളേർക്ക് കളിക്കുന്ന ഒരു പാർക്ക് പോലത്തെ സ്ഥലത്തിരുന്ന് നമ്മളതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നടപ്പാതയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം കല്ല് പാവിയിട്ടുള്ളതാണ്. ഈ വഴിയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോർഫക്കാനിക്ക് പോയ പോലെ തന്നെ ഉണ്ട് അല്ലേ, ഷീസ് പാർക്കിൽ പോയ പോലെ തന്നെയാണ് കേട്ടോ. വഴിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സെയിം പോലെ തന്നെയാണ് കാണാൻ. നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ പറയുന്നത് പോലെ താഴത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറമേ നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ഓരോ ജനലിൽ കൂടി നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളെ കാണുന്നതെന്ന് പറയില്ല, അതേപോലെ തന്നെയായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കുറച്ച് പാലം പോലെ പണിത് വെച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ ഓരോ തട്ടിൽ പോയിട്ട് അവിടുത്തെ വ്യൂ പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ താഴോട്ട് കാണാനായിട്ട് അതിമനോഹരമാണ് കേട്ടോ. നമ്മൾ 2 or 3 തട്ട് വരെ പോയി, എന്നിട്ട് തന്നെ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. ഓരോ നില കയറുമ്പോഴും എന്ത് ഭംഗിയാണ് താഴത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടായിരുന്നേ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ പോയാലേ എന്തോരം ഭംഗിയുണ്ടാവും, ആകാശത്തിൻ്റെ ഭൂമിക്ക് നടുക്ക് നിൽക്കുന്ന ഒരു ഫീല് കിട്ടുമല്ലോ അല്ലേ. പക്ഷെ നമുക്ക് 2-3 നില കയറിയപ്പോഴേക്കും മതിയായി. ഒരു കുപ്പി വെള്ളം കൈപ്പിടിച്ചിട്ടാണ് കയറിയത്, അതൊക്കെ കയറിയപ്പോൾ തന്നെ കഴിഞ്ഞ്. പിന്നെ കുട അവർ തന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള കാരണം നമുക്ക് കുട തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 നില കയറുമ്പോഴേക്കും നമുക്ക് ശരിക്കും ടയർഡായി. പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചിറങ്ങി. പക്ഷേ ഒരു സംഭവം നമുക്ക് മിസ്സായിട്ടോ. നമുക്ക് അവിടെ അങ്ങനെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കണ്ടത്. പിന്നെ തിരിച്ചു പോയിട്ട് കയറിയില്ല. അവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും ആണെന്നാണ് അറിയാൻ പറ്റിയത്. ഒരു വെള്ളം പോലെ കണ്ടു, അതിൽ പെഡൽ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ചിരിക്കുകയാണ്. പിന്നെയും കുന്നും മലയൊക്കെ താണ്ടിക്കടന്ന് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുവിധം നേരത്തെ എത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് കെസിസിൽ പോകാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നെസ്റ്റോയിൽ കയറി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ നെസ്റ്റോയിലേക്കാണ് പോകാൻ വിചാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അവർ കെസിസിക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഏതോ ഒരു ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു, ഫാമിലി ബീച്ച്, കപ്പിൾസിനുള്ള ബീച്ച്. അപ്പോൾ അവിടെ പോകണം, ജോബിസിന് നീന്തൽ അറിയുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ ഒരു കസിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പ്ലാൻ ക്യാൻസലാക്കി അവർ നേരെ കിസിസിലും പോയി, നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. നമ്മുടെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവനെയും കാണാൻ പറ്റി, അവൻ്റെ കൂടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി. വൈകിട്ട് വരുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, കണ്ടോ സൺസെറ്റും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് സുഖമായിട്ട് സന്തോഷമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.